നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് കേസാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റിപ്പീറ്റഡ് റൂട്ട്സ്. സോ നമുക്ക് ആൻസർ കിട്ടുമ്പോഴത്തേനും നമുക്ക് റിപ്പീറ്റഡ് റൂട്ട്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് R1 is equal to R2 is equal to R എന്നുള്ള കേസസിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ആയിരിക്കും എടുക്കുക. ദാറ്റ് ഇസ് AN is equal to C1R raised to n plus C2N R raised to n. നമുക്കിത് മനസ്സിലാക്കാനായിട്ട് ലെറ്റ്സ് ഡു എ ക്വസ്റ്റ്യൻ. Solve recurrence relation an plus 2 is equal to 4an plus 1 minus 4an. Again, from the question itself, we'll understand that this is a second order equation. അപ്പം ഇതിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് റീഫ്രേസ് ചെയ്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ we get it like this is equal to 0. അത് കഴിഞ്ഞിട്ട് if we want to write it in terms of the characteristic equation, we can write it as Rn plus 2 minus 4Rn plus 1 minus 4Rn is equal to 0. That's nothing but R square minus 4R minus 4 is equal to 0. ഇനി നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആറിൻ്റെ ഇത് റൂട്ട്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേനും we get the roots of R as plus or minus 4 plus or minus root of 16 minus 16 divided by 2. That is nothing but 2. അപ്പം we can say that R1 is equal to R2 is equal to 2. അങ്ങനെ ഈക്വൽ കേസസ് വരുമ്പോൾ നമ്മൾ സൊല്യൂഷൻ എങ്ങനെ എഴുതണം എന്നാണ് പറഞ്ഞത്? സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് AN is equal to C1 2 raised to n plus C2 n 2 raised to n. ഓക്കെ, വേറെ n is greater than or equal to 0. ഇനി നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ C1ൻ്റെയും C2ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു സംഭവം സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ബൗണ്ടറി കണ്ടീഷൻസ് വെച്ചിട്ട്. സോ വി നോ ദറ്റ് A0ൻ്റെ സമയത്ത് 1 ആവുമ്പം n is equal to 0. സോ വി ആർ സോൾവിങ് ഇറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 is equal to C1 plus C2 into 0. That's nothing but C1 is equal to 1. ഇനി അടുത്തത് A1 is equal to 3 എന്ന് പറയുമ്പോൾ n is equal to 1 ആയിരിക്കും. 3 is equal to 2 plus 2 C2. C2 is equal to 1 by 2. And hence, therefore, the unique solution will be AN is equal to 2 raised to n plus 1 by 2 n 2 raised to n. ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാം 2 raised to n plus n into 2 raised to n minus 1, ബിക്കോസ് ഇതും 2 ആണ്. അങ്ങനെ മേളിലോട്ട് വരുമ്പോൾ -1 വരും. സോ അങ്ങനെയാണ് നമ്മളൊരു ഒരു ഈക്വൽ റൂട്ട്സിൻ്റെ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുന്നത്. മേ ബി വി ക്യാൻ ലുക്ക് ഇൻ ടു വൺ മോർ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ആദ്യമേ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആയിട്ട് എഴുതണം. ക്യാരക്ടറിസ്റ്റിക് സൊല്യൂഷനായിട്ട് ആദ്യമേ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് സൊല്യൂഷൻ അല്ല, മൈ ബാഡ്, ക്യാരക്ടറിസ്റ്റിക് ഈക്വേഷനായിട്ട് ആദ്യമേ എഴുതണം. Again, we can rephrase it as solving, we get R as രണ്ട് റൂട്ട്സും 3 ആയിരിക്കും. We know the solution is AN is equal to C1 3 raised to n plus C2 n 3 raised to n. Using boundary conditions, which is A0 is equal to 5 and A1 is equal to 12, we will be solving it. ഓക്കെ, ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ് ഞാൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, A0 എന്ന് പറയുന്നത് 5ഉം A1 എന്ന് പറയുന്നത് 12ഉം ആണ്. സോ ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാ ക്വസ്റ്റ്യൻസിനും തന്നിട്ടുണ്ടാകും. ബൗണ്ടറി കണ്ടീഷൻസിനനുസരിച്ചായിരിക്കും നിങ്ങൾ സോൾവ് ചെയ്ത് പോകുന്നത്. സോ ഡോണ്ട് വറി, ബൗണ്ടറി കണ്ടീഷൻസ് ഏതൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവരത് കൊടുത്തിരിക്കും. So 0 5 is equal to C1 plus 0. That is not, therefore C1 is equal to 5,
അടുത്തത് 12 is equal to 5 into 3 plus C2 into 1 into 3. Therefore C2 will be minus 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനലി വൈൽ വി റൈറ്റ് ദി ഫൈനൽ സൊല്യൂഷൻ അല്ലെങ്കിൽ യൂണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് an 5 3 raised to n plus minus 1 n 3 raised to n. വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ റീറൈറ്റ് ദിസ് രണ്ടും സെയിം ഇതായതുകൊണ്ട് തന്നെ 5 minus n the whole into 3 raised to n. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, മറ്റു രീതിക്ക് എഴുതിയാലും കുഴപ്പമില്ല. ട്രൈ ടു സിംപ്ലിഫൈ ഇറ്റ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളുടെ ഹോമോജീനിയസ് റീകറൻസ് റിലേഷൻ്റെ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നത്.